നമസ്കാരം, ഭാരത് ദേവിലേക്ക് സ്വാഗതം. നമസ്കാരം. പ്രശാന്തേ, ഗുരുവായൂരും ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടല്ല, ഗുരുവായൂർ അതായത് കേരളത്തിലെ പ്രധാനപ്പെട്ട, ഇന്ത്യയിലെയും കേരളത്തിലെയും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളെയെല്ലാം ലക്ഷ്യം വെച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞിടയ്ക്കാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് അടുത്തു നിന്ന് ഒരാളെ പിടിച്ചത് IS-മായി ബന്ധമുള്ള ആളായിരുന്നു. ഇപ്പോൾ ഒരു കാശ്മീരി, നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച അതെ, ഗുരുവായൂരിൽ ഒരു കാശ്മീരി സ്വദേശി വന്ന് അകത്ത് ഈദ് മുബാറക്ക് എന്ന എഴുതി മിഠായി വിതരണം ചെയ്ത ഒരു വലിയ പ്രശ്നമായി. ഒപ്പം തന്നെ IS-ലെ ഒരു ഭീകരൻ അവിടെ താമസിക്കുന്നുണ്ടായിരുന്നു. അവിടുത്തെ പാഞ്ചജന്യത്തിൽ റെസ്റ്റ് ഹൗസിൽ, അത് ദേവസ്വം ബോർഡിൻ്റെ റെസ്റ്റ് ഹൗസാണ്, അവിടെയാണ് താമസിച്ചത്. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും ഇങ്ങനെ പല ക്ഷേത്രങ്ങളെയും ലക്ഷ്യം വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ചില പ്രവൃത്തികൾ നടക്കുന്നുണ്ട്. പക്ഷേ ഇതിനെയൊക്കെ പലപ്പോഴും മാനസിക രോഗിയാണ്. പോലീസ് ചോദ്യം ചെയ്തപ്പോഴേ പോലീസിന് മനസ്സിലായി കാശ്മീർ സ്വദേശി മാനസിക രോഗിയാണ്. ഈ മനോരോഗിക്ക് എങ്ങനെയാണ് ഗുരുവായൂരിൽ കൃത്യമായി എത്താനും ഗുരുവായൂരിൽ ഈദ് മുബാറക്ക് എന്ന് എഴുതി ചോക്ലേറ്റ് വിതരണം ചെയ്യാനും കഴിയുന്നത്? വളരെ ഗൗരവമുള്ള വിഷയം. ഒന്നാമത്തെ കാര്യം, ഈ പോലീസ് മനോരോഗിയാണ് എന്ന് പറഞ്ഞിടത്തുനിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. അതെ അതെ, ശരിയാണ്, ഒരാൾ മനോരോഗിയാണ്. എൻ്റെ വീട്ടിൽ ഒരാൾക്ക് മനോരോഗമുണ്ട്, ആളിനെ പെട്ടെന്ന് കാണാതാകുന്നു. ഞാൻ എന്ത് ചെയ്യും? പോലീസ് കേസ് കൊടുക്കും. വളരെ പെട്ടെന്ന് പോലീസ് കേസ് കൊടുക്കും. കാരണം ഇയാൾ രോഗിയാണ്, ഇയാള് സ്വയം അപകടം വരുത്താം, മറ്റുള്ളവർക്കും അപകടം വരുത്താം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന്, കാരണം ഇയാളുടെ ഉത്തരവാദിത്വം വീട്ടിലുള്ളവർക്കാണ്. ഇയാൾ പുറത്തു പോകാതെ ഇയാളെ സംരക്ഷിക്കേണ്ടത്, ഇയാളെ സൂക്ഷിക്കേണ്ടത്, അല്ലെങ്കിൽ ഇയാളെ മനോരോഗ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കണം. മനോരോഗ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാതെ വീട്ടിൽ താമസിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ആള് ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളുടെയും ഉത്തരവാദിത്വം ആ വീട്ടിലുള്ളവർക്കാണ്. അപ്പോൾ അങ്ങനെ എൻ്റെ വീട്ടിൽ നിന്ന് മനോരോഗമുള്ള ഒരാൾ അബ്സ്കോണ്ടിങ്, കാണാതാകുന്നു. ഞാൻ വളരെ പെട്ടെന്ന് തന്നെ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യും, പോലീസിനെ ഈ വിഷയം അറിയിക്കും, പരാതി കൊടുക്കും. ഇവിടെ ഈ പറയുന്ന ചെറുപ്പക്കാരൻ, ഈ മനോരോഗി എന്ന് പറയുന്ന താരിഖ് അഹമ്മദ് എന്നാണ് അയാളുടെ പേരെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ചെറുപ്പക്കാരൻ വന്നിരിക്കുന്നത് കാശ്മീരിലെ അനന്തനാഗ് ജില്ലയിലെ നൗഗാം എന്ന സ്ഥലത്താണ്. ഈ നൗഗാമിനും അനന്തനാഗിനും ഒക്കെ വലിയ പ്രത്യേകതകളുണ്ട്, ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് ഈ മനോരോഗിയായ ചെറുപ്പക്കാരന്റെ വെയർഅബൌട്ട്സ് പോലീസ് അന്വേഷിച്ചപ്പോൾ ഇതാണെന്ന് മനസ്സിലായി. എന്നാൽ അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ ഇയാളെ കാണാനില്ല എന്ന് ബന്ധുക്കൾ ആരും പരാതി കൊടുത്തിട്ടില്ല. ഇനി ഇയാൾ എന്നാണ് നൗഗാമിൽ നിന്ന് ഇറങ്ങിയതെന്ന് അറിയില്ല. ഇയാൾ കാശ്മീരിൽ ഉണ്ടായിരുന്നു, കാശ്മീരിൽ നിന്ന് ഇയാൾ എന്നാണ് കേരളത്തിലേക്ക് വന്നത്, ഈ കേരളത്തിലേക്ക് വരുന്നതിനിടയ്ക്ക് ഇയാൾ എവിടെയൊക്കെ പോയിരുന്നു, ഇയാളെ ബൈ ട്രെയിൻ ആണോ ബൈ ഫ്ലൈറ്റ് ആണോ അതോ മറ്റേതെങ്കിലും വിധത്തിൽ ബസ്സുകൾ മാറിക്കയറി വന്നതാണോ, ഇയാളെ ഈ കൂട്ടം തെറ്റി, നമുക്കറിയാം പണ്ട് ഗുജറാത്ത് ഇത് നടന്നപ്പോൾ, ഭൂകമ്പം ഉണ്ടായപ്പോൾ അവിടുന്ന് കൂട്ടം തെറ്റി ഒരു കൊച്ചുകുട്ടി ട്രെയിനിൽ കേരളത്തിലേക്ക് എത്തിയ കഥ നമുക്കറിയാം. ആ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് മലപ്പുറത്ത് ആദ്യമായിട്ട് സേവാഭാരതി ഒരു ഈ കുട്ടികളെ പാർപ്പിക്കുന്ന ഒരു ബാലസദനം ആരംഭിക്കുന്നത്. അന്ന് ആ പയ്യന്റെ പേര് പോലും അറിഞ്ഞൂടായിരുന്നു. ഭാരത് എന്ന അയാൾക്ക് പേര് കൊടുത്ത് ആ കുട്ടിയെ സംരക്ഷിച്ച് അവസാന കുട്ടി മുതിർന്നതിന് ശേഷം വളരെ കൃത്യമായിട്ടല്ല, അയാളെ കൊണ്ട് പോയി അയാൾ പറഞ്ഞ ലക്ഷണങ്ങൾ സൂചനകളൊക്കെ വെച്ച് അന്വേഷിച്ച് അയാളെ അമ്മയെയും സഹോദരനെയും കണ്ടുപിടിച്ചു. ഇതൊക്കെ വലിയ വാർത്തയായിരുന്നു, മാതൃഭൂമിയുടെ ഫ്രണ്ട് പേജ് വാർത്തയായിരുന്നു ഇതൊക്കെ. അതുപോലെ ഇയാൾ എങ്ങനെയെങ്കിലും അവിടെ എന്തെങ്കിലും ഈ പറഞ്ഞതുപോലെ ഉണ്ടായി വഴിതെറ്റി വന്നതാണോ, ഇതിനൊന്നും പോലീസിന് ഉത്തരമില്ല. ഞാൻ പറയുന്ന ഈ വന്ന ആളിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. ഇത് കേരള പോലീസിനും കേരളത്തിലെ രഹസ്യാന്വേഷണ വിഭാഗത്തിനും സ്പെഷ്യൽ ബ്രാഞ്ചിനും ഒന്നും യാതൊരു ഉത്തരവാദിത്വവും ഇല്ലേ? ഈ കേരള പോലീസിൽ നമുക്കറിയാം, കേരള പോലീസിൽ പച്ച വെളിച്ചം മിടുക്കന്മാരെ ഓഫീസർമാരുണ്ട്. പക്ഷെ ഈ പച്ച വെളിച്ചം എന്ന് പറയുന്ന ടീം വന്നതോടുകൂടി കേരളത്തിലെ പോലീസിന് ഇപ്പൊ ഇന്റലിജൻസിനൊന്നും വിവരങ്ങൾ കിട്ടുന്നില്ല. അല്ല, സ്പെഷ്യൽ ബ്രാഞ്ച് അല്ല, ഈ മിടുക്കന്മാരായ ഉദ്യോഗസ്ഥരുടെ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ കഥ നമുക്കറിയില്ല പ്രശാന്ത്, നമ്മളോട് ചോദിക്കും പലപ്പോഴും, മാധ്യമ പ്രവർത്തകരോട് പലപ്പോഴും ഇന്നെന്തോ പരിപാടി ചോദിക്കുന്ന സ്പെഷ്യൽ ബ്രാഞ്ചുകാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഈ മിടുക്കന്മാരായ ഉദ്യോഗസ്ഥരുടെ ഇപ്പോഴത്തെ ജോലി എന്ന് പറയുന്നത് എസ്കോർട്ട് പോവുക. അതായത് മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്ക് തന്നെ 40 വാഹനങ്ങളുടെ അകമ്പടിയാണ്. അപ്പൊ ഈ 40 വാഹനങ്ങളിലും പോലീസുകാരെ കുത്തി നിറച്ചു കൊണ്ടുപോകുന്ന രീതി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ അങ്ങനെ കേരള പോലീസിൽ പച്ച വെളിച്ചം എന്ന ഒരു
ഒരു എക്സ്ട്രീം ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നതായിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കേന്ദ്ര ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചില ആൾക്കാരെ അറസ്റ്റ് ചെയ്തിട്ട് പോലും ഉണ്ട്. ചിലരെ ഇടുക്കിയിലൊക്കെയുള്ള ചില പോലീസുകാരെ അത് തൊടുപുഴ പണ്ട് ഒരു ബിജു സലീം എന്ന് പറയുന്ന ഒരു SI പിന്നെ പോലീസിൽ നിന്ന് ഫോൺ ചോർത്തിയത് മാത്രമല്ല, ഇമെയില്, അതായത് ഒരു പ്രത്യേക വിഭാഗത്തിനെതിരെ അന്വേഷണം നടത്തണമെന്ന് പോലീസിൽ ഉത്തരവുണ്ടായിരിക്കുന്നു എന്നും പറഞ്ഞൊരു ഇമെയിൽ ചോർത്തി ഇവിടുത്തെ ഒരു പത്രത്തിന് കൊടുക്കുക, അതെ, മാധ്യമ പത്രത്തിന് കൊടുക്കുക, അത് വാർത്തയാകുകയൊക്കെ ചെയ്താണ്. അന്ന് അത് വലിയ അന്വേഷണം നടന്നു. ബിജുവിനെ പിന്നെ സസ്പെൻഡ് ചെയ്തിരുന്നു. അങ്ങനെ ഈ വലിയ രീതിയിലുള്ള ഒരു നുഴഞ്ഞുകയറ്റം, ചില എക്സ്ട്രീം ഗ്രൂപ്പുകളുടെ നുഴഞ്ഞുകയറ്റം കേരള പോലീസിൽ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ അത് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. എങ്കിലും കേരള പോലീസ് ഈ വിഷയത്തെക്കുറിച്ച് കാര്യക്ഷമമായ അന്വേഷണം നടത്തിയിട്ടില്ല. ഇയാളെ പിടികിട്ടുന്നതിന് മുമ്പ് തന്നെ അയാൾ മനോരോഗിയാണ് എന്ന മുൻവിധിയോടുകൂടി, അതായത് ഇയാളെ അവിടെ തടഞ്ഞു വെച്ച് അവിടുത്തെ ക്ഷേത്ര ജീവനക്കാരും ഭക്തരും ഒക്കെ ചേർന്നാണ് ഇയാളെ വളരെ പെട്ടെന്ന് പോലീസിനെ വിളിച്ചു വരുത്തി കൈമാറിയത്. അപ്പോൾ പോലീസ് എത്തി ഇയാളെ കൊണ്ടുപോകുന്നതൊക്കെ പലരും ദൃക്സാക്ഷികളാണ്. പക്ഷേ ഇതിൻ്റെ ഒന്നും CCTV ദൃശ്യങ്ങളില്ല. ഇനി ഈ ആള്, ഈ താരിഖ് അഹമ്മദ് എന്ന് പറയുന്ന ഇയാള്, താരിഖ് അൻവർ അഹമ്മദ്, അങ്ങനെയൊക്കെ അയാൾ പേരുകളൊക്കെ മാറ്റിയും തിരിച്ചും ഒക്കെ പറയുന്നുണ്ട്. ഈ ആള് ഈ പറഞ്ഞ അയാളുടെ പശ്ചാത്തലം അത് കൃത്യമായി അന്വേഷിച്ചിട്ടേ. നമ്മളിപ്പോൾ ഒരാള് ഒരു കമ്പൈൻഡ് എഫേർട്ടായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്ലാനിന്റെ ഭാഗമായി വരുന്ന ഒരാളാണെന്നിരിക്കട്ടെ, അയാൾ വന്ന് ഒരു കാര്യം കൃത്യമായി പറയും എന്ന് കേരള പോലീസ് എങ്ങനെയാണ് ചിന്തിക്കുക? മാറ്റിയും മറിച്ചും പേരും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ മാറ്റിയും മറിച്ചും പറയുന്ന കൺഫ്യൂഷൻ ഉണ്ടാക്കാനാണ്. അല്ല, ഞാൻ പറഞ്ഞു, അപ്പോൾ തന്നെ FIR അങ്ങ് തീരുമാനിക്കുകയാണ് ഇയാൾക്ക് മാനസിക പ്രശ്നമാണ്. പോലീസിന് എങ്ങനെയാ തീരുമാനിക്കുക? ഒരു അന്വേഷണവും ഇല്ലാതെ, ഒരു അന്വേഷണം നടത്തിയിട്ടില്ല. അയാൾ പറയുന്നത് വെച്ച് FIR ഇട്ടു. FIR-ന്റെ താഴെ കാര്യങ്ങളൊക്കെ അയാളുടെ മൊഴി അങ്ങ് എഴുതി വെച്ചു. അല്ലല്ല, ഗുരുവായൂർ ടെമ്പിൾ പോലീസ് സ്റ്റേഷനെ സംബന്ധിച്ച് എനിക്ക് ഗുരുതരമായ പരാതിയുണ്ട്. ഞാൻ അതിലേക്ക് വരാം. അതിനേക്കാൾ പ്രധാനപ്പെട്ട മറ്റൊരു സംഗതിയുണ്ട്. ഇത്രയൊക്കെ നടന്നു. ഇനി നമുക്ക് ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ഇതിപ്പോ ആരെങ്കിലും ഒരു ചോദ്യം ചോദിച്ചോ എവിടെയെങ്കിലും? അല്ല, കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും ഈ വിഷയത്തിൽ എടുത്തില്ല. പക്ഷേ പല യൂട്യൂബ് മാധ്യമങ്ങളും ഈ വിഷയം ഏറ്റെടുത്തിട്ടുണ്ട്. ഈ വിഷയത്തെക്കുറിച്ചുള്ള വാർത്തകളും ചർച്ചകളും വിശകലനങ്ങളും നടക്കുന്നുണ്ട്. ഇപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ പുതിയ കാര്യങ്ങളല്ല. നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് ഒന്ന് തിരിഞ്ഞ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ കിട്ടുന്ന വിവരങ്ങളാണ്. ഇതൊന്നും ഞാൻ എൻ്റെ കയ്യിൽ നിന്നിട്ട് പറയുന്നതല്ല. ഈ നൗഗാം ജില്ല ജെയ്ഷെ മുഹമ്മദിന്റെ റിക്രൂട്ടിംഗ് സെന്ററാണ്. അതൊരു എന്താ പറയാ, ഭീകര പരിശീലന കേന്ദ്രമാണ്. പ്രാഥമിക പരിശീലനം അവിടെ നൽകിയിട്ടാണ് ഇവരെ പാക് ഒക്കുപൈഡ് കാശ്മീരിലേക്ക് വിടുന്നത്. ഒരുപാട് കാശ്മീരി ചെറുപ്പക്കാരുടെ ജീവിതം തുലച്ച ഒരു പ്രദേശം കൂടിയാണത്. നിരപരാധികളായ നിഷ്കളങ്കരായ ചെറുപ്പക്കാരെ മതത്തിന്റെ പേരിൽ വിഷം കുത്തിവെച്ച് അവരെ തലച്ചോറിൽ ഈ മതഭ്രാന്ത് കുത്തിവെച്ച് അവരെ ഈ വിശുദ്ധ യുദ്ധത്തിനെന്നും പറഞ്ഞ് തോക്കും കൈ കൊടുത്ത് പരിശീലനത്തിന് വിട്ട് ഇന്ത്യൻ സൈന്യത്തിന്റെ വെടിയേറ്റ് മരിക്കാൻ വിധിക്കപ്പെട്ട പാവപ്പെട്ട കുറെ ചെറുപ്പക്കാരുള്ള സ്ഥലമാണ്. ജെയ്ഷെ മുഹമ്മദ് എന്ന് പറയുന്ന ലഷ്കർ-ഇ തോയ്ബയുടെ അതിൻ്റെ ഒരു മനുഷ്യാവകാശ മുഖം എന്നൊക്കെയാണ് പറയുന്നത്. അതിന് ഫണ്ട് കളക്ട് ചെയ്യുന്നതാണ് അവരുടെ ജോലി. പക്ഷെ ഫണ്ട് കളക്ട് ചെയ്തതിൽ മാത്രമല്ല, അവർ വലിയ വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തുന്നവരാണ്. അങ്ങനെയുള്ള ഒരു സ്ഥലമാണ്. ഇനി നൗഗാമിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. എന്താണെന്നറിയാം? ഡൽഹി സ്ഫോടനവുമായിട്ട് ഇതിന് ബന്ധമുണ്ട്. കാരണം ഈ നൗഗാമിൽ നിന്നാണ് ഈ 3000 കിലോ എക്സ്പ്ലോസീവ് ഇൻക്ലൂഡിംഗ് അമോണിയം നൈട്രേറ്റ് ഇവിടെ എത്തിച്ചത്, ഫരീദാബാദിൽ എത്തിച്ചത്. അതിൻ്റെ ഒരു ഭാഗവും കൊണ്ടാണ് ഉമർ നബി ഡൽഹിയിൽ കാറിൽ വന്ന് പൊട്ടിത്തെറിച്ചത്. ഈ അമോണിയം നൈട്രേറ്റ് കളക്ട് ചെയ്തിരിക്കുന്നത് എവിടെ നിന്നാണ് എന്ന് കൃത്യമായി ഇതുവരെ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ അന്വേഷണ ഏജൻസികൾക്ക് അറിയാൻ കഴിഞ്ഞേക്കും. പക്ഷെ അവർ ആ വിവരങ്ങളൊന്നും പുറത്തു വിടുന്നില്ല. കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ നെറ്റ്വർക്ക് രാജ്യം മുഴുവനും ഉണ്ട്. ഇത് അന്നാണ് നമ്മൾ വൈറ്റ് കോളർ ടെററിസം എന്ന് പറയുന്ന ഒരു ടേം തന്നെ നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുന്നിലേക്ക് എത്തുന്നത്. ഈ ലവ് ജിഹാദ് പോലൊരു ടേം ആണ് അത്. ഇനി വൈറ്റ് കോളർ ടെററിസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഘടന ഇല്ല എന്നും പറഞ്ഞൊന്നും ആരും വരണ്ട. അത് ഒരു സംഘടനയല്ല, അതൊരു പ്രവർത്തന പദ്ധതിയുടെ പേരാണ്. അങ്ങനെ വളരെ കൃത്യമായിട്ട് ഫരീദാബാദിലേക്ക്, അൽ ഫലാഹ് യൂണിവേഴ്സിറ്റിയിലേക്ക് ഈ പറയുന്ന പോലെ ഡോക്ടർമാരെ റിക്രൂട്ട് ചെയ്ത്, വനിതാ ഡോക്ടർമാരെ അടക്കം റിക്രൂട്ട് ചെയ്ത് പരിശീലനം കൊടുത്ത് അവിടേക്ക് സ്ഫോടക വസ്തുക്കൾ എത്തിക്കുന്നു. ആ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് സ്ഫോടനം നടത്താൻ പദ്ധതിയിടുന്നു.
വലിയ രീതിയിൽ അട്ടിമറി നടത്താൻ ശ്രമിക്കുന്നു. 32 ഡോക്ടർമാർ ഇപ്പോഴും അബ്സ്കോണ്ടിങ് ആണ്. ഒരു പക്ഷേ അവരെ അന്വേഷണ ഏജൻസികൾ പിടികൂടി കാണാം, വിവരങ്ങൾ രഹസ്യമായിട്ട് സൂക്ഷിക്കുന്നതാകാം, നമുക്കറിയില്ല. പക്ഷെ ഞാൻ പറയുന്നത് ഈ കേരളത്തിൽ നടക്കുന്ന കേസുകൾ, കേരളത്തിൽ ഉണ്ടാകുന്ന കേസിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് അവിടെ ഒരാളെ പിടിച്ചു, ഇതൊക്കെ വളരെ അതീവ രഹസ്യമായി വെച്ചുകൊണ്ട് ഇതിൽ അന്വേഷണം നടത്താതെ മുന്നോട്ട് പോകുമ്പോൾ NIA അടക്കമുള്ളവ ഇതിൽ ഇടപെടേണ്ടതല്ലേ? അതെന്താണ് NIA ഇടപെടാൻ? എനിക്ക് ആ കാര്യത്തിൽ കേന്ദ്ര സർക്കാരിനോടും BJP-യോടും അങ്ങേയറ്റത്തെ ഒരു എന്താ പറയുക, പ്രതിഷേധം തോന്നുന്നു. കാരണം ഈ കേരള സർക്കാരിനെയും കേരള പോലീസിനെയും കണ്ണുമടച്ച് വിശ്വസിച്ച് അവരവിടെ കേന്ദ്ര സർക്കാർ ഏറ്റവും ഒടുവിൽ ഇടപെട്ടത് PFIയുടെ നിരോധനം. PFI നിരോധിച്ച് ഇത്രയും പേരെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞോടുകൂടി അവർ ധരിച്ചിരിക്കുന്നത് പണി കഴിഞ്ഞു. കേരളത്തില് ഇനി പല രൂപത്തിൽ വരുന്നുണ്ട്. അത് ഏറ്റവും വലിയ തെറ്റാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും പല വേരുകളിലൂടെ പല രീതിയിൽ ഇത് പടർന്നു പന്തലിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, നിരവധി രാഷ്ട്രീയ പാർട്ടികളിലൂടെ സംഘടനകളിലൂടെ ഇൻക്ലൂഡിങ് BJP, എനിക്ക് അതുപോലെ സംശയമുണ്ട്, BJPക്ക് അതുപോലെ ഉണ്ടാവും. പിന്നെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ കേവലം പിന്നെ മുസ്ലിം നാമധാരികളായ ആൾക്കാർ മാത്രമാണ് നിരവധി ചെയ്യപ്പെട്ട ഹിന്ദുക്കള്, പലരുടെയും നിലപാടുകൾ ഒരു ഘട്ടം എത്തിക്കഴിയുമ്പോൾ പലരുടെയും നിലപാട് മാറ്റത്തിന് പിന്നിൽ ഇതുണ്ടോ എന്ന സംശയം എനിക്ക് തീർച്ചയായിട്ടും വളരെ വളരെ ഞെട്ടിക്കുന്ന ഒരുപാട് രഹസ്യങ്ങൾ ഇതിന്റെ പുറകിലുണ്ട്. കേരളത്തിലെ മുസ്ലിം പള്ളികൾ, സുന്നി പള്ളികൾ, നിലവിൽ അവിടെ എല്ലാം ജമാഅത്ത് കമ്മിറ്റികളുണ്ട്. ജമാഅത്ത് കമ്മിറ്റികളിൽ മുസ്ലിം ലീഗുകാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, CPMകാരുണ്ട്, അങ്ങനെ പല രാഷ്ട്രീയ പാർട്ടിയിലും പെട്ട ആൾക്കാർ ഈ ജമാഅത്ത് കമ്മിറ്റികളിലൊക്കെ ഉണ്ട്. അവരംഗങ്ങളാണ്, അല്ലെങ്കിൽ ഭരണസമിതിയിലുണ്ടാകും, അങ്ങനെ പലതും ഉണ്ടാകും. അവരെല്ലാം അതിൽ നിന്ന് മാറ്റിയിട്ട് പള്ളികൾ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് PFIയുടെ ആസൂത്രിതമായ ശ്രമം കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കേരള രഹസ്യാന്വേഷണ വിഭാഗത്തിനും അതുപോലെ തന്നെ മിലിറ്ററി ഇന്റലിജൻസിനടക്കം ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവരിതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഈ പള്ളി കമ്മിറ്റികൾ പിടിച്ചെടുക്കാൻ വേണ്ടി നടക്കുന്ന ആസൂത്രിതമായ നിരവധി ശ്രമങ്ങളുണ്ട്. ഞാനിപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അത് മാത്രമല്ല, ഇനി PFIക്കാര്, ഞാൻ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം പറയണം. PFIയിൽ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർ പലരും വിവാഹം കഴിച്ചിരിക്കുന്ന പാകിസ്ഥാനിൽ നിന്നാണ്. ഇവര് ഗൾഫിൽ ജോലിക്ക് പോകുന്നു, അവിടെ വെച്ചൊരു പാകിസ്ഥാനിയെ കാണുന്നു, പ്രേമിക്കുന്നു, കല്യാണം കഴിക്കുന്നു എന്നാണ് പുറത്തു വരുന്നത്. അങ്ങനെയല്ല, വളരെ ആസൂത്രിതമായിട്ട് പാകിസ്ഥാനി സ്ത്രീകളെ വിവാഹം കഴിക്കുന്നു. എന്നിട്ട് അവർ ഇവിടെ വരുന്നു, ഇവിടെ പ്രവർത്തിക്കുന്നു. എന്തിന്? ശ്രീലങ്കയിൽ നിന്ന് കുവൈറ്റിൽ ജോലിക്ക് പോയ ഒരു സ്ത്രീ മതം മാറി മുസ്ലിമായി അവിടെ വെച്ച്, എന്നിട്ട് ഇവിടെ അഞ്ചലുള്ള ഒരു മുസ്ലിം യുവാവിനൊപ്പം നാട്ടിലെത്തുകയാണ്. ഈ മുസ്ലിം യുവാവ് ഇവിടെ വിവാഹിതനാണ്, ഭാര്യയുണ്ട്, മക്കളുണ്ട്. ഇവിടെ വന്ന് ഈ സ്ത്രീയെ ഭാര്യയാണെന്ന് പറഞ്ഞ് ഒപ്പം താമസിപ്പിക്കുകയാണ്. അവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പള്ളി കമ്മിറ്റി അതിനെ എതിർക്കുന്നു. കാരണം എന്ന് വെച്ചാൽ ഈ ആദ്യത്തെ ഭാര്യ അനുവദിച്ചിട്ടില്ല. ഈ സ്ത്രീ, അതായത് ഒരു ബുദ്ധമതത്തിൽപ്പെട്ട, പകുതി ബുദ്ധ പകുതി ഹിന്ദു, ആ മതത്തിൽപ്പെട്ട സ്ത്രീ, എനിക്ക് അവരുടെ പേരൊക്കെ അറിയാം, വാർത്ത റിപ്പോർട്ട് ചെയ്തതാണ്. എൻ്റെ ലേഖകനാണ് ആ വാർത്ത റിപ്പോർട്ട് ചെയ്തത് പണ്ട്. ഇപ്പോഴല്ല, 2019-20 കാലത്താണ് ആ വാർത്ത പുറത്തു വരുന്നത്. അടുത്ത കാലത്ത് അഞ്ജലിയിൽ ഒരു സ്ത്രീ പോയി ഒരു മുസ്ലിമിനെ കല്യാണം കഴിച്ചു കുട്ടിയെ IS-ലേക്ക് പോകാൻ പ്രേരിപ്പിച്ചു എന്നൊരു കേസുണ്ട്. അത് വെഞ്ഞാറമൂട് ഈ സ്ഥലം തന്നെ. ഇതൊക്കെ അടുത്തടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളാണ്. ഞാൻ പറഞ്ഞു വന്നത്, അന്ന് അവസാനം അത് വലിയ വിഷയമായി. ഈ സ്ത്രീ പാസ്പോർട്ട് വിസ കാലാവധി കഴിഞ്ഞിട്ട് ഇന്ത്യയിൽ തുടരുകയാണ്, ശ്രീലങ്കക്കാരി. ഇതെല്ലാം വളരെ നിസ്സാരവൽക്കരിച്ചാണ് കേരള പോലീസും ഈ നമ്മുടെ IB കേരളത്തിലേക്ക് വരുമ്പോൾ IBയുടെ കൈകൾ കെട്ടപ്പെട്ടത്. അല്ലെങ്കിൽ ഈ പറയുന്ന കേന്ദ്ര നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഏത് മേഖലയിലെ ഇൻഫ്ലുവൻസ് അല്ല, മയക്കുമരുന്നും അത്രയൊന്നും പോണ്ട. ഞാൻ ചോദിക്കട്ടെ, സ്വർണ്ണക്കള്ളക്കടത്ത് എവിടെ എത്തി? സ്വപ്ന സുരേഷിന്റെ ആ കേസ് എവിടെ എത്തി? ഇത് ചോദിച്ചാൽ ഉടനെ നമ്മൾ BJPക്ക് എതിരാണ്, നമ്മൾ മോദിക്കെതിരാണ്. ഇത് ഈ നാട്ടിലെ ഒരു പൗരനാണ്, എന്റെ രാജ്യത്തിന്റെ സുരക്ഷ എന്റെ കൺസേൺ ആണ്. അത് ചോദിക്കാതിരിക്കാൻ ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് നിർവാഹമില്ല. ഇതിന് തീർച്ചയായിട്ടും മറുപടി. ഇതിന്റെ അർത്ഥം നമ്മൾ BJP എതിർക്കുന്നു, ഇവരെ എതിർക്കുന്നു, നമ്മൾ ആരെയും എതിർക്കാനോ ആരെയും അനുകൂലിക്കാനോ പോകുന്നില്ല. രാജ്യസുരക്ഷയാണ് വിഷയം. നമ്മുടെ ദേശീയ ബോധം നമ്മളെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. ഇത് തീർച്ചയായിട്ടും അപകടമാണ്. ഇക്കാര്യത്തിൽ വലിയ ജാഗ്രത കാണിക്കണം. മുൻ സർക്കാരുകൾ ഉപേക്ഷ വിചാരിച്ചതുപോലെ കേന്ദ്ര സർക്കാർ ഇപ്പോൾ
12 വർഷമായി രാജ്യം ഭരിക്കുന്ന മോദി സർക്കാർ ഒരുപാട് നേട്ടങ്ങളുണ്ടാക്കി, ശ്ലാഘനീയമായ അഭിനന്ദനാർഹമായ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കി. അതേ മോദി സർക്കാരിനോട് നമുക്കുള്ള അപേക്ഷയാണ്, നിങ്ങൾ കേരളത്തിന്റെ ഈ ഒരു വിഷയത്തിൽ ഞാൻ പറയുന്ന ഈ കേരള സ്റ്റോറി എന്ന് വന്ന സിനിമ ഇറങ്ങിയപ്പോൾ വലിയ പ്രതിഷേധമുണ്ടായല്ലോ. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ആരതിൽ എന്നെ എന്ത് പറഞ്ഞാലും എനിക്കൊരു പ്രശ്നമില്ല, തീവ്രവാദികളുടെ ഹബ്ബായി കേരളം മാറിയിരിക്കുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇന്നും ഇന്നലെയും തുടങ്ങിയാൽ ഏതാണ്ട് 80-കൾക്ക് ശേഷം ചെറിയ രീതിയിൽ വേരൂന്നി ഇന്ന് ഏതു മേഖലയിലും മാധ്യമ പ്രവർത്തനം അടക്കമുള്ള മേഖലകളിൽ വരെ കടന്നു കയറാൻ തക്ക സ്വാധീനമുള്ള രീതിയിലേക്ക് ആൾക്കാരെ പർച്ചേസ് ചെയ്തുകൊണ്ട് വാങ്ങിയിട്ടുണ്ട്. ഇവിടെ PFI നിരോധിച്ചത് കൊണ്ടോ കുറച്ച് PFIക്കാരെ കസ്റ്റഡിയിൽ എടുത്തത് കൊണ്ടോ തീരുന്നതല്ല ഈ വിഷയം. ഗുരുവായൂരിൽ അടിക്കടി ഉണ്ടായ പ്രശ്നങ്ങൾ, ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, പല പ്രശ്നങ്ങളും ഇവിടെ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അത് ശ്രദ്ധിക്കപ്പെടേണ്ടത് തന്നെയാണ്. അതിൽ ഞാൻ നമ്മൾ ഇടയ്ക്കൊന്ന് വഴിതിരിഞ്ഞു പോയതാണ്. ഇപ്പൊ കേരളം ഇത്രയും അതിരൂക്ഷമായ ഒരു അഗ്നിപർവ്വതത്തിന്റെ മുകളിലാണ്. തീർച്ചയായും മറ്റൊരു വിഷയം, ഈ കാശ്മീരി യുവാവ് വന്നത് ഏതാണ്ട് എനിക്ക് തോന്നുന്നു 20-ാം തീയതി മറ്റാണ്. ഏപ്രിൽ 22-ാം തീയതി പഹൽഗാം അറ്റാക്കിന്റെ 1-ാം വാർഷികമാണ്. ഈ വാർഷികത്തിന് 2 ദിവസം മുമ്പാണ് അറസ്റ്റിലാകുന്നത്. ഇനി ഇത് കൂടാതെ ISIS റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തി ആ കേസിൽ അവിടെ ഗുരുവായൂരിൽ പാഞ്ചജന്യം. എനിക്ക് മനസ്സിലാവുന്നില്ല പ്രശാന്ത്, ഇത്രയും പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇപ്പോൾ അവിടുത്തെ പോലീസുകാരെ, കേരളത്തിലെ ഭരണ സംവിധാനങ്ങളെ, രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഇവർ മിണ്ടാതിരിക്കുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് വലിയ അത്ഭുതം തോന്നുന്ന കേരളത്തിലെ BJP ഇതൊന്നും അറിയില്ല. അവര് വികസനം മാത്രമല്ല, വികസിക്കണമെങ്കിൽ ഭൂമി വേണം, ആദ്യം ഭൂമി വേണം, മനുഷ്യര് വേണം. ബാക്കി ഇതൊരു ശവപ്പറമ്പായിട്ടല്ല ഇത് വികസിക്കുന്നത്. നോക്കൂ, ഈ കുറച്ചപ്പുറത്താണ് തൃശ്ശൂരിൽ ഈ വെടിക്കെട്ട് അപകടം നടന്നത്. ഇത് അട്ടിമറിയാണോ എന്നുള്ള ചോദ്യം പല കോണുകളിൽ നിന്ന് വരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ദൃക്സാക്ഷികളായ ചില ആൾക്കാർ നൽകിയ മൊഴി, ആ മൊഴികൾ പരിശോധിക്കുമ്പോൾ വലിയ ദുരൂഹത അതിനകത്ത് അനുഭവപ്പെടുന്നുണ്ട്. പക്ഷെ കാര്യക്ഷമമായ ഒരു അന്വേഷണം നടക്കുന്നുണ്ടോ? ആ അന്വേഷണത്തെ അട്ടിമറിച്ചത് എങ്ങനെയാണെന്നും കൂടി ഞാൻ പറയാം. പൂരം നിരോധിക്കണോ വേണ്ടേ ഒരു ചർച്ച വളരെ പെട്ടെന്ന്. അതിന്റെ കുറെ ദൃശ്യമാധ്യമങ്ങൾ വരുന്നു, ദൃശ്യമാധ്യമങ്ങൾ പൂരം നിരോധിക്കണം അങ്ങനത്തെ കുറെ ഇത് കൊണ്ടുവരുന്നു. അതായത് ഈ കരിമരുന്നരുത് എന്ന് ശ്രീനാരായണ ഗുരുദേവൻ പോലും പറഞ്ഞിട്ടുണ്ട്. ആനയാണ്, ചേനയാണ്, ഇങ്ങനെ പറഞ്ഞു വലിയ അല്ല, മദ്യം വേണ്ട, മാംസം വേണ്ട, ജാതി ചോദിക്കരുത്, ഇതൊന്നും ചർച്ച ചെയ്യുന്നില്ല. അതൊന്നും നമുക്ക് പാലിക്കുകയും വേണ്ട. ഇനി അത് കഴിഞ്ഞിട്ട് അവിടെ ഉടനെ കേന്ദ്രമന്ത്രിയുടെ ഒക്കെ നേതൃത്വത്തിൽ വലിയ ചർച്ച നടക്കുന്നു, പൂരം നടത്താൻ തീരുമാനമെടുക്കുന്നു. വലിയ ആഡംബരങ്ങളൊന്നും ഇല്ലാതെ ആചാരം പാലിച്ചുകൊണ്ട് പൂരം. സന്തോഷം, പൂരം നടക്കട്ടെ, നമ്മൾ പൂരത്തിനെതിരല്ല. ഉടനെ ഈ ദൃശ്യമാധ്യമങ്ങളുടെ പ്രതിനിധികള്, ജനം ഇങ്ങനെ കൂടി നിൽക്കുകയാണ് അവിടെ. ഈ വാർത്ത പുറത്തു വരുന്നതും അവര് കൂവി നാറ്റിച്ചാണ് ഈ ദൃശ്യമാധ്യമങ്ങളെ അവിടുന്ന് ഓടിക്കുന്നത്. അവസാനം പോലീസ് ഇടപെട്ടത് കൊണ്ട് പരിക്കേക്കാതെ രക്ഷപ്പെട്ടു. ഇല്ലായിരുന്നെങ്കിൽ കാര്യമായ പരിക്കുകൾ ഏറ്റേനെ. കുറെ ദിവസം മെഡിക്കൽ കോളേജിലും പിന്നെ കോട്ടയ്ക്കലും ഒക്കെ ഉഴിയാനും പിഴിയാനും ഒക്കെ കിടക്കേണ്ടി വന്നേനെ. എന്തായാലും ഞാൻ പറയുന്നത്, ഈ വെടിക്കെട്ട് അപകടത്തിൻ്റെ പിന്നിലെ കാരണങ്ങൾ അന്വേഷിക്കുന്നതിന് പകരം പൂരം നടത്തണോ വേണ്ടയോ എന്ന ചർച്ചയാണ് അവിടെ വളരെ ഗൗരവത്തിൽ നടന്നത്. അപ്പോൾ ഇങ്ങനെ എല്ലാ കാര്യത്തിലും കൃത്യമായി ശ്രദ്ധ വഴിതിരിച്ചു വിട്ടുകൊണ്ട് ഇതൊരു എക്കോസിസ്റ്റമാണ്. അതെ അതെ, തീർച്ചയായും. ഈ എക്കോസിസ്റ്റം വളരെ കൃത്യമായിട്ട് പ്രവർത്തിച്ച്, അതായത് ഒരു സംഭവം ഉണ്ടാകുന്നു, ഉടനെ ആ സംഭവത്തിൻ്റെ പുറത്ത് അന്വേഷണം ആരംഭിക്കുന്നു, മാധ്യമങ്ങൾ അതിൻ്റെ പുറകെ പോകുന്നു, വളരെ പെട്ടെന്ന് അതിനെ ഡൈവേർട്ട് ചെയ്ത് വിടുന്നു. അത് ഡൈവേർട്ട് ചെയ്ത് വിടാൻ ഈ എക്കോസിസ്റ്റത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന, ഇതിന് പുറത്ത് നിൽക്കുന്ന ഒരു ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നു. ഇതെല്ലാം സംശയാസ്പദമല്ലേ? ഇതിൻ്റെ പിന്നിലൊന്നും ഒരു ദുരൂഹതയും ഇല്ലേ? ഈ പറഞ്ഞ നൗഗാം എന്ന് പറയുന്ന അനന്തനാഗ് ജില്ലയിലെ കാശ്മീരിലെ അയാൾ ഈ കേരളം എന്നൊരു സംസ്ഥാനം തന്നെ ഉണ്ടോ എന്ന് പോലും അവർക്ക് പലരും പറഞ്ഞുകൂടാ. അങ്ങനെയാണ് ഭ്രാന്ത് പിടിച്ച ഒരാൾ അവിടെ വരുന്നത്. അങ്ങനെയുള്ള ഒരു സ്ഥലത്തുനിന്ന് ഈദ് മുബാറക് മുട്ടായി എവിടെ നിന്ന് കിട്ടിയ അയാൾക്ക്? ഈദ് മുബാറക് മുട്ടായി വിതരണം ചെയ്യും. എന്താ ഭ്രാന്തുള്ളവർക്ക് കടയിൽ പോയാൽ വാങ്ങിക്കാൻ പറ്റുന്ന സാധനമല്ല ഈ മിഠായി. ഇനി ഇതിനകത്ത് മറ്റൊരു സാധ്യത കൂടി ഞാൻ പറയാം. അതായത് കേരളത്തിൽ ഇന്നിപ്പോ ഈ ഇലക്ഷന് മുമ്പേ ഗുരുവായൂർ മണ്ഡലം കേന്ദ്രീകരിച്ചൊരു സംഭവം ഉണ്ടായി. അവിടെ BJPയുടെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ പറഞ്ഞു, ഗുരുവായൂരിൽ ഒരു ഹിന്ദു MLA ഉണ്ട്. ഇന്നലെ ഞാൻ ഗോപാലകൃഷ്ണന്റെ മാത്രം ഒരു പ്രസ്താവനയാണ് ഗുരുവായൂരിനെ സംബന്ധിച്ച് ഇന്നലെ ഞാൻ കണ്ടത്. BJPയുടെ ഭാഗത്തു നിന്ന് ഇതുവരെ ആരും വേണ്ടിയിട്ടില്ല. പക്ഷെ ഗോപാലകൃഷ്ണൻ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തണമെന്ന് ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വരാം. അതാണ് ഞാനും പറഞ്ഞു വരുന്നത്. അപ്പോൾ ഗോപാലകൃഷ്ണൻ ഇങ്ങനെ ഒരു വലിയ ഇത് ചൂണ്ടിക്കാണിച്ച് അത് വലിയ കോളിളക്കമായി. അപ്പോൾ അവിടെ ഏതാണ്ട് 50% അല്ലെങ്കിൽ 50%-ലധികം
മുസ്ലിം വോട്ട് ഉള്ളൊരു സ്ഥലമാണ്. ഈ ഗുരുവായൂർ അമ്പലത്തെക്കുറിച്ച് തന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ പ്രദേശത്ത് ഗുരുവായൂരപ്പനൊഴിച്ച് ബാക്കി എല്ലാവരും മുസ്ലിങ്ങളാണ്. ആയിക്കോട്ടെ, നമുക്ക് വിരോധമൊന്നുമില്ല. അവരാരും അവിടെ ഗുരുവായൂരപ്പനെയോ ഗുരുവായൂർ അമ്പലത്തിനെയോ ഒരു ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ വരുന്നില്ല. അവര് വളരെ എന്താ പറയുക, മനുഷ്യൻ സമാധാനമായിട്ട് അവിടെ ജീവിക്കുന്നു. നമ്മൾ അവിടെ മനുഷ്യരായിട്ടേ കാണുന്നുള്ളൂ. നമുക്കതിനകത്ത് വേറെ അഭിപ്രായങ്ങളൊന്നുമില്ല. പക്ഷേ ഈ കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വം, ഈ വിവിധ പാർട്ടികളുടെ നേതൃത്വങ്ങൾ, അവർക്ക് ഇതൊരു വലിയ വിഷയമാണ്. മാത്രമല്ല ആരൊക്കെയോ ഭയപ്പെടുന്നു ഗുരുവായൂരിനെ ഈ പറയുന്നത് പോലെ ഒരു മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലം എന്നുള്ളത് മാറ്റി അവിടെ വലിയ രീതിയിൽ ഹിന്ദുക്കൾ നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നതായിട്ടൊരു ദുഷ്പ്രചാരണം നടക്കുന്നുണ്ട്. അതിൻ്റെ കാരണവും കൂടി ഞാൻ പറയാം. ഈ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് ഇപ്പം ധാരാളം ഫ്ലാറ്റുകൾ വന്നിട്ടുണ്ട്. ഈ ഫ്ലാറ്റുകൾ എല്ലാം വാങ്ങിയിരിക്കുന്നത് ഹിന്ദുക്കളാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ശരാശരി സർക്കാർ ഉദ്യോഗസ്ഥൻ, ഭാര്യയ്ക്കും സർക്കാർ ജോലിയുണ്ട്, റിട്ടയർ ചെയ്തു, മക്കളൊക്കെ പഠിച്ച് നല്ല നിലയിൽ പുറത്തൊക്കെ ജോലി ചെയ്യുന്നു. ഇവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഉള്ള കാശൊക്കെ റിട്ടയർ ചെയ്തപ്പോൾ കിട്ടുന്ന പൈസ എല്ലാം കൊണ്ട് ഗുരുവായൂർ പോയൊരു ഫ്ലാറ്റ് വാങ്ങിച്ചിടും. വലിയ തുകയൊന്നുമില്ല, 30-35 ലക്ഷം രൂപ എടുത്ത് അവിടെ ഒരു 2 ബെഡ്റൂമുള്ള ഫ്ലാറ്റ് കിട്ടും. അപ്പോൾ ഇത് വാങ്ങിയിട്ടാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ അവിടെ ചെല്ലുമ്പം മാസത്തിലൊരിക്കലോ 2 ആഴ്ചയിലൊരിക്കലോ ഒക്കെ ഗുരുവായൂർ ഇവിടുന്ന് രാത്രി 11:30 ട്രെയിൻ കയറിയ രാവിലെ 5:30 അവിടെ എത്തുകയാണ്. ഇപ്പൊ ഇഷ്ടംപോലെ വണ്ടിയുണ്ട്. രാവിലെ ഇവിടുന്ന് അതിരാവിലെ തിരിക്കുന്ന വണ്ടിയിൽ പോയാലും ഈ പറയുന്ന ഗുരുവായൂർ ചെന്ന് വൈകിട്ട് തൊഴുതിട്ട് അടുത്ത ദിവസം രാവിലെ അടുത്ത ട്രെയിനിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഈ അവിടെ ചെന്ന് ഹോട്ടലിൽ മുറി എടുക്കാൻ തള്ളണ്ട, ഹോട്ടലിൽ മുറി കിട്ടിയില്ല എന്ന് പറഞ്ഞ് പേടിക്കണ്ട, വിഷമിക്കണ്ട. അപ്പോൾ ഒരു ഫ്ലാറ്റ് വാങ്ങിച്ചിട്ടാൽ നമുക്ക് നമ്മുടെ ബന്ധുക്കളായ ആൾക്കാർക്ക് പിന്നെ നമ്മളില്ലാത്ത സമയത്ത് അത് വാടകയ്ക്ക് കൊടുത്താൽ ചില്ലറ കിട്ടുകയും ചെയ്യും. അതെ, ഇങ്ങനെ അങ്ങനത്തെ ഒരു ഫ്ലാറ്റിൽ ഞാൻ പോയി താമസിച്ചിട്ടുണ്ട്. 2000 രൂപ, 2500 രൂപ, 3000-3500 AC ഇടണമെങ്കിൽ പൈസ കൂടുതൽ കൊടുക്കണം. അപ്പോൾ എൻ്റെ മകളുടെ ഡാൻസ് പ്രോഗ്രാം അവിടെ വെച്ചുണ്ടായിരുന്ന സമയത്ത് ഞാനിതുപോലെ ഒരു ഫ്ലാറ്റാണ്, അവിടെയുള്ള ഒരാൾ തന്നെയാണ് നമുക്കത് ബുക്ക് ചെയ്യാനൊക്കെ സഹായിച്ചത്. നമ്മൾ പണം കൊടുത്തു, എല്ലാം നമുക്ക് ഒരു പരാതിയില്ല, വളരെ സന്തോഷം. ഭക്ഷണം മാത്രം പുറത്തുനിന്ന് കഴിക്കണം. ഇനി അവിടെ കിച്ചണും ഉണ്ട്, സ്റ്റുഡിയോ അങ്ങനത്തതും ഉണ്ട്. അപ്പോൾ ഇത് അവിടെ ഒരു വലിയ രീതിയിൽ ഒരു പ്രചാരണം നടക്കുന്നുണ്ട്. ഹിന്ദുക്കൾ ഇങ്ങനെ ഗുരുവായൂരിലേക്ക് നുഴഞ്ഞു കയറുന്നു, ഹിന്ദു ഭൂരിപക്ഷ മണ്ഡലമാക്കും. ഇങ്ങനെ ഇത് കുറെ രാഷ്ട്രീയക്കാരാണ് ഇതിന്റെ പുറകിൽ. ഈ ദുഷ്പ്രചാരണത്തിന്റെ പുറകിൽ 4 വോട്ടിന് വേണ്ടി മതവിശ്വാസികളെ തമ്മിലടിപ്പിക്കുന്ന, അത് എടുത്തു പറയാം, ഇവിടുത്തെ ഇടതു വലതു മുന്നണികൾ, LDF UDF മുന്നണികൾ, അവരുടെ തലയിൽ ഉദിക്കുന്ന കുതന്ത്രങ്ങൾ ഇതിന്റെ പുറകിലുണ്ട്. അതാണ് ഈ ഒരു വിഷയത്തിൽ ഇത്രയും ഗുരുതരമായ ഒരു സാഹചര്യം സൃഷ്ടിച്ചത്. അങ്ങ് കാശ്മീരിൽ നിന്ന് മനോരോഗിയായ ഒരാള് ഇവിടെ വരിക, ഗുരുവായൂർ അമ്പലത്തിനകത്ത് കിടക്കുക. സാധാരണ മിഠായി നമുക്ക് കടയിൽ നിന്ന് വാങ്ങിച്ചെന്നറിയാം. ഈദ് മുബാറക്ക് എന്ന് അതിൽ പ്രിന്റ് ചെയ്യണമെങ്കിൽ അത് പ്രിന്റ് ചെയ്ത് അതിന്റെ ഏത് പോലീസുകാരനൊന്ന് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന കാര്യമല്ലേ? അത് പ്രിന്റ് ചെയ്ത് ഈദ് മുബാറക്ക് എന്ന് എഴുതിയ മിഠായി വിതരണം ചെയ്യണമെങ്കിൽ അതിന്റെ പിന്നിൽ കൃത്യമായ അജണ്ട ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. ഒരു സംശയമില്ല. ഇത് കൃത്യമായി അന്വേഷിക്കേണ്ടതാണ്. പ്രത്യേകിച്ചും ജെയ്ഷെ മുഹമ്മദിന് വലിയ സ്വാധീനമുള്ള അവിടെ വരുന്ന കേസുകൾ എടുക്കുന്നത് ടെമ്പിൾ പോലീസ് സ്റ്റേഷനാണ്. ടെമ്പിൾ പോലീസ് സ്റ്റേഷനിൽ ഒരു അജയ്കുമാർ എന്ന് പറയുന്ന CI ആണ് അവിടുത്തെ SHO. ഒരു തരത്തിലും അദ്ദേഹമാണെന്ന് തോന്നുന്നു. ഒരു തരത്തിലും ഞാൻ പലവട്ടം വിളിച്ചിട്ടുണ്ട്. ഞാൻ പലവട്ടം വിളിക്കാനുള്ള കാരണം ഞാൻ പറഞ്ഞില്ലേ, ഒരു ചിത്രകാരി വന്നതുമായി ബന്ധപ്പെട്ട് ആ ചിത്രകാരിക്ക് പിറകിൽ ഒരു ബിൻസിൻ മുഹമ്മദ് എന്ന് പറയുന്ന ഒരാളാണ്. ഈ ജസ്ന സലീം എന്ന് പറയുന്ന അവർക്ക് പിറകിൽ ബിൻസിൻ മുഹമ്മദ് എന്ന് പറയുന്ന ആളാണ്. അയാളാണ് എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും വിളിക്കുന്നത്. അതെ, അത് വളരെ കൃത്യമായി എനിക്ക് വ്യക്തമായിട്ട് അറിയുന്നതുകൊണ്ടാണ് ഞാൻ ഇത് പലവട്ടം അദ്ദേഹത്തോട് പറഞ്ഞു. പോലീസ് അന്വേഷിക്കേണ്ടല്ലേ? ഒരാൾ ഒരു സംശയം പറയുമ്പോൾ ഇത്രയും ആ പോലീസുകാരന്റെ അടുത്തേക്ക് തന്നെ, അതായത് ആ പോലീസ് സ്റ്റേഷനിൽ വരുന്ന കേസുകളിൽ ഇടപെടുന്നത് അയാളാണ്. എന്തുകൊണ്ടാണ് പോലീസിന് സംശയം തോന്നാത്തത്? ഒരു മുസ്ലിം ക്ഷേത്രത്തിൽ കയറാൻ വേറൊരു മുസ്ലിം ഒത്താശ ചെയ്ത് പിറകിൽ നിന്ന് അവർക്ക് വരുന്ന പ്രശ്നങ്ങളെല്ലാം കൊടുത്ത് തള്ളിക്കൊണ്ട് നിൽക്കുമ്പോൾ അതെന്താണ് അന്വേഷിക്കുന്നത്? അതിനകത്ത് ഹൈക്കോടതിയുടെ ഉത്തരവ് ഉണ്ടായിട്ട് ആ ഉത്തരവ് നടപ്പാക്കാൻ പോലും തയ്യാറായിട്ടില്ല. അപ്പൊ അവിടുത്തെ പോലീസിന്റെ വളരെ ആ പോലീസുകാരെ എല്ലാം അന്വേഷിക്കണം. അവർ പണം വാങ്ങുന്നുണ്ടോ എന്ന സംശയം. അതുകൊണ്ട് എനിക്ക് കേരളത്തിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എനിക്ക് പറയാനുള്ളത്, ഞാനിത് നമ്മുടെ ചർച്ച അവസാനിപ്പിക്കേണ്ട സമയമായി. ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും കേരളത്തിലെ സ്വൈരവും സമാധാനവും നിലനിർത്താൻ ഇവിടെ മനുഷ്യർക്ക് ഏത് വിശ്വാസിയായാലും കൊള്ളാം, ഏത് മതമായാലും കൊള്ളാം, ഇവിടെ സമാധാനമായിട്ട് ജീവിക്കണം.
അതിനെ അട്ടിമറിക്കാൻ ഇനി കാശ്മീരിൽ നിന്നല്ല ഏത് കോത്താഴത്തുനിന്ന് ഏവം വന്നാലും ശരി അവന് നല്ല ചൂട്ട അടിയും കൊടുത്ത് ഇവിടുന്ന് ഓടിക്കണം. ഒരു സംശയവുമില്ല. അത് ആരായാലും ഏത് മതത്തിൽപ്പെട്ടവനായാലും നിയമത്തിന്റെ വഴിയിൽ കൊണ്ടുവരികയും വേണം. നിയമ നടപടി സ്വീകരിക്കണം. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഇതൊന്നും നിസ്സാരമായി തള്ളിക്കളയരുത്. ഗുരുവായൂരമ്പലം ആരുടെയോ ടാർജറ്റാണ്. തീർച്ചയായിട്ടും. പിന്നെ ഗുരുവായൂരപ്പനെയും ഗുരുവായൂരമ്പലത്തെയും ആര് ടാർജറ്റ് ചെയ്താലും അതുകൊണ്ടൊന്നും ഈ സംസ്കാരവും ഈ ധർമ്മവും നശിച്ചു പോവില്ല. അതിന്റെ ഒരു രോമത്തിന് പോലും ഒരു കേടും സംഭവിക്കില്ല. അതൊക്കെ തെറ്റിദ്ധാരണയാണ്. അത് പലരും നോക്കി. അല്ലല്ല, 1921 നോക്കി, അതിനു മുമ്പ് ടിപ്പു നോക്കി, പിന്നെ പലരും പലതരത്തിൽ കഴിഞ്ഞ 3000 വർഷങ്ങളായിട്ട് അലക്സാണ്ടർ തൊട്ട് ഇങ്ങോട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഏറ്റവും ഒടുവിൽ അസീം മുനീർ വരെ ശ്രമിച്ചു നോക്കി. കൈ പൊള്ളിയതല്ലാതെ ഒരു ചുക്കും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് നമുക്ക് അത്തരം ഭയമൊന്നുമില്ല. പക്ഷേ കേരളത്തിലെ സ്വൈരവും സമാധാനവും നിലനിൽക്കേണ്ടത് എല്ലാവരുടെ ആവശ്യമാണ്. അതിന് ഗുരുവായൂരമ്പലത്തെ കരുവാക്കി ഇവിടെ എന്തെങ്കിലും സൃഷ്ടിക്കാം, എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാക്കാം എന്ന് ആരെങ്കിലും കരുതുകയാണെങ്കിൽ ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക് മോനെ എന്ന് മാത്രമേ പറയാനുള്ളൂ.